ഹലോ എവ്രിവൺ, ഇന്ന് എംബ്രോയിഡറിയുടെ ഏഴാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഫ്ലൈ സ്റ്റിച്ചും ഹൈലൈറ്റ് ഹോൾ സ്റ്റിച്ചും ആണ് പഠിക്കുന്നത്. ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ലൈനിന്റെ മുകളിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റിച്ചിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് നീഡിൽ കുത്തിയിട്ട് താഴോട്ടേക്ക് എടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഫുള്ളായിട്ട് വലിക്കരുത്. ഇത്രയും ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിന്റെ സെന്ററിൽ ഒരു അരയിഞ്ച് വിട്ടിട്ട് ഇതുപോലെ നീഡിൽ പൊക്കിയെടുത്തിട്ടുണ്ട്. ഈ ത്രെഡിന്റെ ഉള്ളിലൂടെയാണ് നീഡിൽ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വി ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് നീഡിൽ കുത്തിയിട്ട് താഴത്തേക്ക് വലിക്കാം. ഇപ്പോൾ ഒരു ഫ്ലൈ സ്റ്റിച്ചായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് ഇതുപോലൊരു വൈ ഷേപ്പിലാണ് വരുന്നത്. ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലീഫ് ഷേപ്പ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. ലീഫിന്റെ മൂന്നിന് ലെങ്ത്തിലേക്കാണ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ സ്റ്റിച്ച് വളഞ്ഞു പോവാതിരിക്കും. ഇനിയാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ലീഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി രണ്ട് റൗണ്ട് വരച്ചിട്ടുണ്ട്. ഞാനൊരു മെഷീൻ സൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റൗണ്ടിന്റെ സെന്ററിലൂടെ അത് കുത്തിയിട്ട് പുറത്തേക്ക് എടുക്കാണ്. അപ്പൊ അതിന്റെ സെന്ററിൽ ഒരു ഹോളായിട്ട് വരും. ഈ റൗണ്ടിന്റെ എല്ലാ സൈഡിൽ നിന്നും സെന്ററിലെ ഹോളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഓരോരോ ഗ്യാപ്പും ഫില്ല് ചെയ്തെടുക്കുകയാണ്.
സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയപ്പോൾ ഇതൊരു ഫ്ലവറിന്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇന്ന് പഠിച്ചിട്ടുള്ള 2 സ്റ്റിച്ചുകളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.